നമ്മുടെ കർത്താവായ യേശു ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവം ഇപ്പോൾ വിശ്രമിക്കുകയല്ല, നമ്മുടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാമും ഇപ്പോൾ പ്രവർത്തിക്കേണ്ടവരാണ്. വിശ്രമിക്കുവാൻ സമയമായിട്ടില്ല. നമ്മെ കൂടാതെ നമ്മുടെ ദൈവം വിശ്രമിക്കുമോ? നമുക്ക് സ്വസ്ഥത ഉറപ്പുവരുത്താതെ, നാം സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ നമ്മുടെ ദൈവം വിശ്രമിക്കുമോ? യേശു പറഞ്ഞ എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്താവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവെടുത്ത് പറയുന്നു, ശിഷ്യന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഭവനങ്ങൾ കയറിയിറങ്ങി സുവിശേഷം പങ്കുവെച്ചു കൊണ്ടിരുന്നപ്പോൾ, യേശു കർത്താവ് ആ വചനത്തോട് കൂടെ പ്രവർത്തിച്ചു. നമ്മുടെ കർത്താവ് ഇന്ന് പകൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് ഉണരാനുള്ള സമയമാണ്. ഉറങ്ങുന്നവരെ, നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, നാം എഴുന്നേറ്റാൽ നമ്മിൽ പ്രകാശിക്കാൻ പോകുന്നത് ക്രിസ്തുവാണ്. നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് വചനമാണെങ്കിൽ നമ്മിൽ വ്യാപരിക്കാൻ പോകുന്നതും വചനമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതെ, ഇത് ഉണരുവാനുള്ള നാഴികയാണ്. ഇത് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു സമയവും വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യനാഴികയാകയാൽ നാം പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകണം, നിർമ്മതരാകണം. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിൽ കാവൽ ഭടന്മാർ രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൽ നാമും ദൈവത്തിൻ്റെ സേനകളായി വിശ്രമം കൂടാതെ പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ്. നാം ദേശത്തിൻ്റെ കാവൽക്കാരാണ്. നമ്മുടെ കർത്താവിനോട് കൂടെ നമുക്ക് പ്രവർത്തിക്കാം. തിരുവെഴുത്ത് പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം കിടന്നുറങ്ങുമ്പോഴും സ്വർഗത്തിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. നമ്മുടെ രക്ഷയുടെ പൂർണ്ണത വെളിപ്പെടുന്നത് എപ്പോഴാണ്? അവൻ്റെ പ്രത്യക്ഷതയെങ്കിലാണ്. കർത്താവ് മടങ്ങി വരുന്ന സമയം വരെയും നമ്മെ ഈ ഭൂമിയിൽ അവൻ താങ്ങുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ട്. പലപ്പോഴും തളർന്ന് വീണ് കിടക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം നമ്മെ തട്ടി ഉണർത്തുകയാണ്. ജീവൻ്റെ അപ്പം തന്ന അവൻ നമ്മെ പോഷിപ്പിക്കുകയാണ്. യുദ്ധത്തിനു വേണ്ടി നമ്മെ അവൻ അഭ്യസിപ്പിക്കുകയാണ്. ശക്തി കൊണ്ട് അരമുറുക്കുകയാണ്. കാലുകളെ മാൻപേയുടെ കാൽ പോലെ വേഗതയോടെ അവൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഉണരുവാനുള്ള സമയമാണ്. ഇത് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ നാശത്തിൻ്റെ പാതയിലാണ്. ദൈവം നമ്മെ വിളിച്ചത് ഒരു ജനതയുടെ വിടുതലിന് വേണ്ടിയാണ്. നിങ്ങളുടെ ദേശം, അത് ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഉണർന്നു പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രവർത്തിക്കുക, വചനത്തോട് പ്രതികരിക്കാം,
ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.